സംഭവത്തിൽ അതുപോലെ വിനോദിനി പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത്. ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാർ ആശുപത്രികളുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കണ്ടേ? സാധാരണക്കാരായ മനുഷ്യരാണ്. അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതൊക്കെ പറയാം. ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ, പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്ക് റിവേഴ്സ് റെഫറൻസ് ആണ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലെല്ലാം. പാലക്കാട് മെഡിക്കൽ കോളേജ് UDF കൊണ്ടുവന്നാണ്. അത് ആകെ അനിശ്ചിതത്വത്തിലായി. ഒരുപാട് പ്രശ്നങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. എന്നിട്ട് എന്ത് നേട്ടം ഉണ്ടായെന്നാണ് ഈ പറയുന്നത്? അല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. ഞങ്ങളിത് നിരന്തരമായി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് മറുപടി. ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കൂടി കൂട്ടിവെച്ചാൽ ഒരു വോളിയം ഉണ്ടാവും, വോളിയങ്ങൾ ഉണ്ടാവും.